നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഒരു പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൃത്യമായിട്ടുള്ള മൈലേജ് അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ഈ വാഹനത്തിന് ഇത്രയും മൈലേജ് കമ്പനി പറയുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഈ കാർ ഒരു റിവ്യൂ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള മൈലേജ് ഇത്രയും കിട്ടിയെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ വാഹനം എടുത്തതിന് ശേഷം സർവീസിന് കൊടുക്കുമ്പോൾ മൈലേജ് കിട്ടാതെ വരുമ്പോൾ സർവീസ് സെൻറ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് തേർഡ് സർവീസ് കഴിയുമ്പോഴത്തേക്കും മൈലേജ് കൂടുതൽ കിട്ടും. ഇത് ശരിയാണോ? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാജ് 224 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: എനിക്ക് മനസ്സിലാകാത്തത് ഷോറൂമിൽ ഓർ സർവീസ് സെൻറ്ററിൽ അവർ എപ്പോഴും പറയുന്നു തേർഡ് സർവീസൊക്കെ കഴിഞ്ഞ് വണ്ടിയുടെ കറക്റ്റ് മൈലേജ് കിട്ടും, അറിയാമെന്നൊക്കെ. അപ്പോൾ പിന്നെ ഈ കാർ റിവ്യൂ ഇടുന്നവർ മൈലേജ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് വണ്ടി ലോഞ്ചായി ഉടനെ കാണിക്കുന്നത് എന്താണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. ശരി, നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ തേർഡ് സർവീസ് കഴിഞ്ഞാലേ മൈലേജ് കിട്ടത്തുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അല്ല. വാഹനത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓടുന്ന അനുസരിച്ച്, അതായത് നമ്മൾ വാഹനം എടുത്തതിന് ശേഷം നമുക്ക് നല്ല ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ. പലപ്പോഴും ഞാൻ സെലീർ എടുത്ത സമയത്ത് ലോങ് ഒക്കെ പോയപ്പോഴാണല്ലോ എനിക്ക് തോന്നുന്നൊരു സെക്കൻഡ് സർവീസ് ആകുന്നതിന് മുമ്പ് ഞാൻ ബാംഗ്ലൂർ പോയതാണ്. അത്യാവശ്യം ഞാൻ മൈലേജ് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു 21, 22 ഒക്കെ അത്ര ലോങ് പോകുന്ന സമയത്ത് കിട്ടുമായിരുന്നു. എന്നാൽ ലോക്കലിലൊക്കെയുള്ള ഓട്ടോ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോക്കലിൽ നമ്മൾ ഓടുന്ന സമയത്ത് മിക്കപ്പോഴും കിട്ടാറുള്ള ഒരു 16 ഒക്കെയാണ്. 16 to 17 ആണ് നോർമൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം കൂടുതൽ സിറ്റി ഡ്രൈവ്സ് ആണെങ്കിൽ നമുക്ക് ഗിയേഴ്സ് എപ്പോഴും ചേഞ്ച് ചെയ്യേണ്ടി വരും. അതിനനുസരിച്ച് മൈലേജ് ഡിഫറൻസ് വരും. അപ്പം പിന്നെ എന്തുകൊണ്ട് ഈ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന റോഡിൻ്റെ കണ്ടീഷൻ അതൊരു വലിയൊരു കാര്യമാണ്. കാരണം സിറ്റി ഡ്രൈവ്സ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ സെലീറിയ തന്നെ ഒരു എനിക്ക് തോന്നുന്നു കോടിമത ചങ്ങനാശ്ശേരി ഓടിയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 20 എങ്ങാണ്ട് മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു വീഡിയോയ്ക്കകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഫാമിലി ആയിട്ടൊരു ഡ്രൈവ് നടത്തിയാണ്, ഞങ്ങൾ 3 പേരായിട്ട് ഒരു ഡ്രൈവ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കിയിട്ടുണ്ട്. ആ വീഡിയോയും കൂടി ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ലാസ്റ്റ് ഒന്ന് പിൻ ചെയ്തിട്ടോളാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിനെക്കുറിച്ചൊരു കൃത്യമായിട്ട് ഞാൻ എങ്ങനെയാണ് മൈലേജ് നോക്കിയത്, എങ്ങനെയൊക്കെയാണ് എനിക്ക് കറക്റ്റ് അത് കണ്ടുപിടിക്കാൻ സാധിച്ചത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സംശയം ജെനുവിനാണ്. ശരിക്കും അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേർഡ് സർവീസ് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിലെ കയ്യിൽ നിന്ന് വരുന്ന ആ ഒരു എഞ്ചിൻ ഓയിൽ റീപ്ലേസ് ചെയ്ത് പുതിയ എഞ്ചിൻ ഓയിൽ മാറുമ്പോഴത്തേക്കും തന്നെ അതിൻ്റെ പെർഫോമൻസ് ഡിഫറൻസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഫസ്റ്റ് ഒരു എഞ്ചിൻ ഓയിൽ ചേഞ്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും. വേറെ ഒന്നും കൊണ്ടല്ല, ആദ്യത്തെ പുതിയൊരു എഞ്ചിൻ നമുക്ക് കിട്ടുന്ന സമയത്ത് ആ കിട്ടുന്നൊരു പുതിയ എഞ്ചിനകത്തുള്ള എഞ്ചിൻ ഓയിൽ കുറച്ചൊന്ന് വർക്ക് ചെയ്ത് അതിനകത്തുള്ള ചെറിയ ഡസ്റ്റോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആ വാഹനത്തിനകത്തുള്ളായിരുന്ന ആ ഒരു ഡേർട്ടും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ആ ഒരു എഞ്ചിൻ ഓയിൽ ശരിക്കും മോശമായി പോകും. അതുകൊണ്ടാണ് തേർഡ് സർവീസിൽ നമ്മൾ ആ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത്. 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 ഇയർ ആകുമ്പോഴത്തേക്ക് ആ ഓയിൽ മാറുന്നത്. ഓട്ടോ ഉള്ള വാഹനത്തിന് മിക്കപ്പോഴും മൈലേജ് കുറവെന്നുള്ളൊരു പരാതി കേൾക്കുന്നത് വളരെ കുറവാണ്. എന്നാൽ ഓട്ടം കുറവുള്ള വാഹനത്തിൽ, തീരെ ഓടാത്ത വാഹനം, ചിലപ്പോൾ ഒരു വർഷം കൊണ്ട് 5000 കിലോമീറ്ററൊക്കെ ഓടുന്ന വാഹനത്തിനൊക്കെയാണ് കൂടുതലും മൈലേജ് ഇല്ല എന്നുള്ളൊരു പരാതി മിക്കപ്പോഴും കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ളത്. അത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ വാഹനം ആകപ്പാട് ഓടുന്ന ചെറിയൊരു ദൂരമായിരിക്കും. അങ്ങനെ ഒരു ചെറിയ ദൂരം, അതായത് 6 കിലോമീറ്റർ 7 കിലോമീറ്ററൊക്കെ ഓടും, പിന്നെ വാഹനം ഓഫ് ചെയ്യും. കുറേ നേരത്തേക്ക് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യത്തില്ല, എഞ്ചിൻ തണുക്കും, പിന്നെ തിരിച്ചു വരാൻ വേണ്ടി പിന്നെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഈ പറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന മൈലേജ് ഭയങ്കരമായിട്ടുള്ള മാറ്റമായിരിക്കും. പിന്നെ ചിലർ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫുൾ ടാങ്ക് ഫ്യൂൽ ഫില്ല് ചെയ്ത് നോക്കും മൈലേജ് അറിയാൻ വേണ്ടി. പക്ഷേ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യുന്നത് നല്ലതാണ്. ഫുൾ ടാങ്ക് ഫില്ല് ചെയ്തതിന് ശേഷം ഇത് എംറ്റി ആകുമ്പോഴത്തേക്കും ആയിരിക്കും പിന്നീട് ഫില്ല് ചെയ്യുന്നത്. അന്നേരം നോക്കുമ്പോൾ ഈ മൈലേജ് ഡിഫറൻസ് കാണിക്കുന്നത് നമ്മൾ ഓടുന്ന സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ് വേറെയാണ്. അതായത് ഒന്ന് ചിലപ്പോൾ നമ്മൾ ഹെവി ട്രാഫിക്കിൽ കൂടെ ആയിരിക്കും പോകുന്നത്, ചിലപ്പോൾ ഒരുപാട് നേരം വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് AC ഇട്ട് ഇരിക്കാറുണ്ടായിരിക്കും. അതും നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂൽ തന്നെയാണ് കുറയുന്നത്. പിന്നെ നമ്മൾ നോർമലായിട്ട് വേറെ ആർക്കെങ്കിലും വാഹനം ഓടിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും നമ്മൾ ഓടിക്കുന്ന രീതിക്ക് ഓടിക്കണമെന്നില്ല. ചിലപ്പോൾ ലോവർ ഗിയേഴ്സിലൊക്കെ ആയിരിക്കും കൂടുതൽ ഓടിക്കുന്നതിൻ്റെ സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെയൊക്കെ വന്നാലും ഈ പറഞ്ഞ പോലെ വാഹനത്തിൻ്റെ മൈലേജിന് അത് വലിയ കാര്യമായിട്ട് ബാധിക്കുന്നൊരു രീതിയാണ്. അപ്പം ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോയെന്നുള്ളൂ. ഇതിൻ്റെ കൂടുതൽ ഈ കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് വാഹനം പുതിയ എടുക്കുന്ന വാഹനത്തിൻ്റെ മൈലേജ് കിട്ടില്ല എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും. ഓടിക്കേണ്ട രീതിക്ക്, അതായത് നമ്മൾ വാഹനം ഓടിക്കേണ്ട രീതിക്ക് ഓടിച്ചു കഴിഞ്ഞാൽ അതിപ്പം ഫസ്റ്റ് സർവീസ് കഴിഞ്ഞാലും തേർഡ് സർവീസ് കഴിഞ്ഞാലും കിട്ടേണ്ട ഒരു കൃത്യമായിട്ടുള്ള മൈലേജ് ഉറപ്പായിട്ടും നമുക്ക് കിട്ടുന്നതായിരിക്കും.